അങ്ങനെ നമ്മുടെ പ്രിയമോളെ നമ്മുടെ വിനോദ് താഴേക്ക് വലിച്ചെറിയുകയാണ്. അപ്പോൾ അതിന് എന്തായിരിക്കും കാരണം? നമ്മുടെ വിനോദിന് മയക്കുമരുന്ന് കണ്ണികളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗീതു കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി തോർത്തുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് വാഷ്റൂമിൽ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. ഗീതു വന്ന് വാതിൽ തുറക്കും, ഗീതു ഇങ്ങോട്ട് വാ ഗീതു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഗീതു ചോദിക്കണേ, എന്താ കണ്ണേട്ടാ, എന്താ കാര്യം? ഇതേ നീ അതൊന്നും ഇങ്ങനെ എടുത്ത് തന്നെ, ഞാൻ ടവൽ എടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, അതിന് വാഷ്റൂമിനകത്ത് ടവലുണ്ടല്ലോ. എൻ്റെ ഗീതു ഇല്ല ഗീതു, ടവലൊന്നുമില്ല, നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ടവലിങ് താ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ കയ്യിലിരുന്ന ടവൽ കൊണ്ട് കൊടുക്കാനായിട്ട് വാഷ്റൂമിൻ്റെ ഡോറ് തുറക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിക്കുകയാണ്. അകത്തേക്ക് വലിക്കുമ്പോൾ ഗീതുവിന് മനസ്സിലാവുകയാണ് ഗോവിന്ദ് വെറുതെ നമ്പർ ഇറക്കിയതാണ്, ഗീതുവിനെ തൊട്ടടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഇറക്കിയതാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഗീതു പെട്ടെന്ന് ഗോവിന്ദിനെ വാഷ്റൂമിലേക്ക് തള്ളിയിട്ട് ഡോറ് പുറത്തുനിന്ന് അങ്ങ് ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, എൻ്റെ ഗീതു ഇതിനകത്ത് സോപ്പൊന്നും ഇല്ല, സോപ്പ് എടുത്തിട്ട് താ ഗീതു, കതവ് തുറക്കും. വേണ്ട കണ്ണേട്ട, ആ വേലേ കണ്ണേട്ടൻ്റെ കയ്യിലങ്ങ് വെച്ചിരുന്നാൽ മതി എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ, അയ്യോ എൻ്റെ കണ്ണാടി കാണുന്നില്ല, എൻ്റെ കണ്ണാടി ഇങ്ങ് എടുത്ത് താ ഗീതു, എൻ്റെ കണ്ണേട്ട കണ്ണാടിയെ പിന്നീട് എടുക്കാം, കണ്ണേട്ടൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, കള്ളത്തരം മനസ്സിലങ്ങ് വെച്ചിരുന്നാൽ മതി കണ്ണേട്ടനെ എന്നും പറഞ്ഞിട്ട് ഗീതു വാതിൽ തുറക്കുന്നില്ല, അങ്ങോട്ട് ചെല്ലുന്നതുമില്ല. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതുവിന് ഫോണിലൊരു ബെല്ല് വരികയാണ്. അപ്പോൾ ഗീതു പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ 24 മിസ് കോൾ കിടക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, അയ്യോ എൻ്റെ ദൈവമേ, 24 മിസ് കോൾ, എന്തിനായിരിക്കും അമ്മ വിളിച്ചത്, അമ്മയാണല്ലോ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് തിരിച്ച് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ മറ്റാരുമല്ല, നമ്മുടെ വിലാസിനെയും ഭദ്രനെയും കൂടി ചേർന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗീതു കാര്യം തിരക്കുകയാണ്, എന്തിനാ അമ്മയെ വിളിച്ചത് എന്നിങ്ങനെ തിരക്കുമ്പോൾ വിലാസിനി പറയണം, മോളെ വേറൊന്നിനും അല്ല വിളിച്ചത്, നമ്മുടെ വിനോദ് ഭയങ്കര ടെൻഷനോട് കൂടി സങ്കടപ്പെട്ടാണ് നമ്മുടെ വിലാസിനി പറയുന്നത്, നമ്മുടെ വിനോദിനെ തിരക്കി പോലീസ് നടക്കുകയാണ്, കാരണം നമ്മുടെ വിനോദിൻ്റെ കാറിൽ മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്, കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മോളെ എന്നും പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ഗീതു ടെൻഷനാവുകയാണ്. അപ്പോൾ ഗീതു പറയണം, അതെങ്ങനെ അമ്മയെ സാധിക്കുന്നത്, കാരണം വിനോദ് നമുക്കിപ്പോൾ അല്ലായിരുന്നു, പിന്നെ വിനോദിൻ്റെ കാറിൽ എങ്ങനെ വരാനാണ്? അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ്, നമ്മുടെ വിലാസിനി പറയുകയാണ്, മോളെ അത് വിനോദിൻ്റെ കാറ് ശരിക്കും വിനോദിൻ്റെ കയ്യിലില്ല, വിനോദ് ഒരു ഫ്രണ്ടിനെ കൊടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്, അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന മോളെ, പോലീസുകാർ കയറി ഇറങ്ങുകയാണ്, വിനോദിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീത് പറയണം, ഒന്നുകൊണ്ടും അമ്മ വിഷമിക്കേണ്ട, എന്തായാലും കണ്ണേട്ടൻ കൂടെ ഉണ്ടല്ലോ, ഞാൻ കണ്ണേട്ടനോടെല്ലാം പറയാം, തൽക്കാലം പ്രിയമോളെ വിളിച്ചിട്ട് ഒന്നും പറയണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ഭദ്രൻ പറയണം, അതേ മോളെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ വിനോദിനെ അവരുടെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, അതായത് പോലീസുകാരുടെ. അപ്പോൾ ഗീത് പറയണം, അച്ഛാ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, കാരണം വിനോദ് നമുക്കൊപ്പം ഇവിടെ റിസോർട്ടിലുണ്ടെന്നുള്ളതിന് തെളിവുണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണേടിനോട് കാര്യം പറയാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗീതു വാഷ്റൂമിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഡോറിലിട്ട് തട്ടുകയാണ്. എന്നിട്ട് പറയണം, കണ്ണേട്ട വാതിൽ തുറക്ക് കണ്ണേട്ട എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് വാതിൽ തുറന്നിട്ട്, എടി അമ്പടി കള്ളി പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ കടന്ന് പിടിക്കുകയാണ്. അപ്പോൾ ഗീതു പെട്ടെന്ന് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നത് ഗോവിന്ദ് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിടുകയാണ്. എന്നിട്ട് ചോദിക്കണേ, എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്, എന്താ ഗീതു, എന്തിനാ നീ കരയുന്നത്, സങ്കടപ്പെടാതെ കാര്യം പറ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു കാര്യം പറയുകയാണ്, നമ്മുടെ വിനോദിനെ ഇതുപോലെ വിനോദിൻ്റെ വണ്ടിയിൽ മയക്കുമരുന്ന് വെച്ചിട്ട് പിടിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അതിന് വിനോദ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ അതെങ്ങനെ സംഭവിച്ചു, അത് അവൻ്റെ കൂട്ടുകാരായിരുന്നു അവൻ്റെ കാറ് കൊണ്ടുകിടന്നത്, അവരെ ഭാഗത്തു നിന്ന് എന്തോ പറ്റിയതാണ്, എനിക്കറിയില്ല കണ്ണേട്ട, എനിക്കൊരു മനസ്സമാധാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗീതു കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, നീ എന്തിനാ ഗീതു കരയുന്നത്, ഞാനില്ലേ കൂടെ, ബാ നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വിടാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവർ പോകാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിക്കകത്തേക്ക് വെക്കാനായിട്ട് തുടങ്ങുകയാണ് ഗോവിന്ദ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ രാധികാമ്മയൊക്കെ ജെറ്റ് വിട്ടാണൊക്കെ പോവുകയാണ്, നേരെ അറയ്ക്കലേക്ക് വന്നിറങ്ങുകയാണ് നമ്മുടെ രാധികാമ്മ. ആ സമയത്ത് നമ്മുടെ അയ്യപ്പൻ ഇങ്ങനെ മുറ്റത്ത് തന്നെ ഉണ്ട്, നമ്മുടെ രാധികാമ്മയെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ രാധികാമ്മയും അതുപോലെ ആ വണ്ടിയിൽ എല്ലാവരും ഉണ്ട്, രേഖ, കാഞ്ചന, അതുപോലെ വരുൺ, എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് അയ്യപ്പനോട് രാധിക ചെന്നിട്ട് ചോദിക്കുകയാണ്, അവൾ എന്തിയേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദോ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. നോക്കുമ്പോൾ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുകയാണ് നമ്മുടെ അനാർക്കലി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാധിക ബാക്കിയുള്ള എല്ലാവരോടുമായിട്ട് പറയുകയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് വന്നിട്ടുള്ളത്, കുറേ നാളോടുകൂടി
അവളെ ഇപ്പോൾ കാണുകയാണ്. അതുകൊണ്ട് എനിക്ക് അവളോട് കുറേയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ആരും ശല്യപ്പെടുത്താനായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഗത്തേക്ക് വരരുത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അയ്യപ്പനെ കാര്യം ഏൽപ്പിച്ചിട്ട് നമ്മുടെ രാധിക മേലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേഖയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതാരാ ഇത്രയ്ക്ക് അധികാരത്തോടു കൂടി ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ. എന്നിട്ട് അവരകത്തേക്ക് കയറി പോവുകയാണ്. ആ സമയത്തിന് നമ്മുടെ രാധികാമ്മയാണെങ്കിൽ നേരെ മേലോട്ട് കയറി പോവുകയാണ്. നമ്മുടെ അനാർക്കലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്തിന് നമ്മുടെ പ്രിയമോളും നമ്മുടെ വിനോദും വരികയാണ്. വന്നിറങ്ങിയ ഉടനെ തന്നെ വിനോദ് നേരെ പ്രിയമോളോട് മിണ്ടാൻ പോലും കൂട്ടാക്കാതെ മേലോട്ട് നടന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ഉടനെ വീട്ടിനകത്തോട്ട് കയറി പോകാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയമോൾ ചോദിക്കുകയാണ്, എന്താ വിനോദേ അവിടെ നിൽക്ക്, ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പോൾ തൊട്ട് ഇതുവരെ ഞാൻ നിന്നോട് മാറി മാറി ചോദിക്കുന്നു, എന്നിട്ടെന്താ നീ എന്നോടൊന്നും പറയാത്തത്, എന്താ സംഭവിച്ചത് വിനോദേ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പ്രിയമോളെ ഞാൻ പിന്നെ പറയാം, അത് പറ്റില്ല, ഇപ്പം പറയണം പ്രിയ, ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വിനോദ് മുകളിലോട്ടങ്ങ് കയറി പോവുകയാണ്. പ്രിയമോൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. പ്രിയമോളുടെ കൂടെ തന്നെ നമ്മുടെ അയ്യപ്പേട്ടനോട് ചെല്ലുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ഹാളിൽ നമ്മുടെ രേഖയും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പ്രിയ അങ്ങോട്ട് ചെന്നിട്ട്, വിനോദ് നിൽക്കുക, അവിടെ നിന്നോട് നിൽക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ വിനോദ് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവാണ്, മുകളിലത്തെ നിലയിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, എന്താണെന്ന് എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് പ്രിയ മേലോട്ട് കയറി പോവുകയാണ്. സ്പീഡിന് കയറി പോവുകയാണ്, സ്റ്റെപ്പ് സ്പീഡിന് കയറുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ രേഖ പറയുന്നത്, പ്രിയേ നീ എന്താ മോളെ കാണിക്കുന്നത്, മോളെ പ്രിയേ ഇങ്ങനെ സ്പീഡിന് കയറല്ലേ മോളെ, പെല്ലെ കയറിപ്പോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ രാധികാമ്മ വന്നിട്ട് നമ്മുടെ അനാർക്കലിയോട് പറയാണ്, അനാർക്കലി നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നീ ഇവിടെ നിന്ന് പോ, നീ ചോദിച്ച പൈസ ഞാൻ തരാം എന്ന് പറയണം. അപ്പോൾ അനാർക്കലി പറയണം, തരാമെന്ന് പറഞ്ഞാൽ പോരാ, പൈസ എനിക്ക് ഇപ്പം കിട്ടണം, എന്നാൽ മാത്രമേ ഞാൻ പോകൂ. എൻ്റെ അനാർക്കലി, നീ നനഞ്ഞടം കുഴിക്കുകയാണല്ലേ, എന്നെ എൻ്റെ കുടുംബത്തിലുള്ളവരെ അറിയിക്കും എന്ന് പറഞ്ഞ് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനാർക്കലി പറയണം, അതെ അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ പറയണം, നീ ചോദിച്ച പൈസ തരാം, തൽക്കാലം അഡ്വാൻസ് ആയിട്ട് 1 കോടി രൂപ ഇപ്പം തന്നെ ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാം എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനാർക്കലി പറയണം, എന്നിട്ട് അപ്പോൾ രാധികാമ്മ പറയണം, ബാക്കി പൈസ എത്രയും പെട്ടെന്ന് ഞാൻ തരാം എന്ന് പറയുമ്പോൾ അനാർക്കലി പറയണം, കുഴപ്പമില്ല, ഞാൻ നിനക്ക് സമയം കാലാവധി തരാം, നീ എത്ര നാളത്തേക്ക് ചോദിച്ചാലും ഞാൻ കാലാവധി നിനക്ക് തരാമെന്ന് പറയുമ്പോൾ രാധികാമ്മയ്ക്ക് ശരിക്കും ആശ്വാസമാവുകയാണ്. അപ്പം തന്നെ അനാർക്കലിയുടെ സ്റ്റാൻഡ് മാറ്റുകയാണ്. അനാർക്കലി പറയുകയാണ്, നീ എനിക്ക് പൈസ തരുന്ന അത്രയും കാലം ഞാൻ ഈ അറയ്ക്കൽ തന്നെ താമസിക്കും എന്ന് പറയുമ്പോൾ രാധികാമ്മയുടെ കണ്ണ് രണ്ടും ഇങ്ങനെ തള്ളിപ്പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ പറയുകയാണ്, നീ എന്താ അനാർക്കലി പറയുന്നത്, അതൊന്നും നടക്കില്ല, കണ്ണം വരുന്നതിന് മുമ്പായിട്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അനാർക്കലി ഒരു രക്ഷയില്ല, അമ്പലും വില്ലിലും ഒന്നും അടുക്കുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദും ഗീതും കൂടി കാറിൽ വന്നിറങ്ങുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഉടനെ രാധികയുടെ കണ്ണ് വീണ്ടും തള്ളി താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഉടനെ രാധിക പറയണേ, അയ്യോ കണ്ണം വന്നു, അനാർക്കലി നീ പോ, അനാർക്കലി നീ ഇതേ വീടിൻ്റെ ബാക്ക് ഭാഗത്തോടി പോ എന്ന് പറയണം. അപ്പോൾ അനാർക്കലി പറയണേ, ഇല്ല ഞാനെന്തിനു പോകുന്നു, എനിക്ക് പോവേണ്ട കാര്യമൊന്നുമില്ല, നീ തരാനുള്ള പൈസ മുഴുവനായിട്ട് തന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ രാധികമ്മ പറയണേ, ഞാൻ നിന്നോട് കെഞ്ചി പറയുകയാണ്, ദയവ് ചെയ്തൊന്ന് പോ, കണ്ണം കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്ന് പറയണം. അപ്പോൾ ഉടനെ അനാർക്കലി പറയുകയാണ്, ഇല്ല ഒരു പ്രശ്നവും ആവില്ല, ഇനി എന്തെങ്കിലും പ്രശ്നമായാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല, എന്തായാലും എൻ്റെ പൈസ കിട്ടാതെ ഞാൻ പോവില്ലെന്ന് പറയണം. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണം, ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കോടി രൂപ തരാം, എനിക്ക് നിൻ്റെ 1 കോടി രൂപ മാത്രം പോരാ, ബാക്കി 9 കോടിയും കൂടെ കിട്ടിയിട്ടേ പോകണമെന്ന് പറയണം. അപ്പോൾ ഉടനെ രാധികാമ്മ പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി മുഴുവനും എഴുതിയതിൻ്റെ എൻ്റെ പ്രോപ്പർട്ടി മുഴുവനും എഴുതിയിരിക്കുന്നതിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സുകളെല്ലാം ഞാൻ നിനക്ക് കൈമാറാം, ഞാൻ ആ ബാലൻസ് പൈസ നിനക്ക് തന്നതിന് ശേഷം ഈ ബാക്കി ഈ വസ്തുവിൻ്റെ ആരാധമൊന്ന് ആധാരവും സംഭവങ്ങളൊക്കെ തിരിച്ച് കൈമാറിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനാർക്കലി സമ്മതിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതും കൂടെ ചീറിപ്പാഞ്ഞ് മേലോട്ട് കയറി വരികയാണ്. ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തുന്നില്ല, നേരെ ഹാളിലേക്കാണ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അയ്യപ്പൻ കാണുകയാണ്. അയ്യപ്പൻ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്, അയ്യോ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ, കുഞ്ഞകത്തേക്ക് കയറുവാണെങ്കിൽ അനാർക്കലി ഇവിടെ വെച്ച് കാണും, അത് വലിയൊരു കുടുംബ പ്രശ്നത്തിന് വഴിമാറും, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ
നമ്മുടെ അയ്യപ്പൻ ഗോവിന്ദനോട് പറയണം, ആ കുഞ്ഞിത് ഇങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പറയണേ, വിനോദ് എന്തേ, എനിക്ക് വിനോദിനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദ് മുകളിലോട്ട് കയറി പോകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഗോവിന്ദ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഹാളിൽ എത്തുമ്പോൾ തന്നെ പ്രിയമോളും വിനോദും മുകളിൽ നിന്ന് സംസാരിക്കുന്നത് കാണുകയാണ്. കാരണം സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്, ഏറ്റവും മുകളിൽ. അപ്പോൾ ഗോവിന്ദ് വിനോദിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അയ്യപ്പൻ പറയണം, കുഞ്ഞ് പോകണ്ട, അവർ സംസാരിക്കട്ടെ, അതിനുശേഷം സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അയ്യപ്പേട്ട അതല്ല, ഒരു കാര്യമുണ്ട്, അർജൻറ്റായിട്ട് അവനോട് എനിക്കൊരു കാര്യം പറയണം. അപ്പോൾ ഉടനെ അയ്യപ്പൻ പറയണം, വേണ്ട കുഞ്ഞിപ്പം മേലോട്ട് ചെല്ലണ്ട. കാരണം അയ്യപ്പൻ പറയുന്നതെന്ന് വെച്ചാൽ അനാർക്കലി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിയമോള് വിനോദിനോട് ചോദിക്കുകയാണ്, വിനോദേ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറ, ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ നിന്നോട് കാര്യം ചോദിച്ചിരിക്കുകയാണ്, എനിക്കത് അറിഞ്ഞേ പറ്റൂ, എന്താ നീ എന്നിൽ നിന്ന് മൂടി വയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രിയ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വിനോദ് പറയണേ, എനിക്കിപ്പോൾ പുറത്ത് അത്യാവശ്യമായിട്ടും പോകണം, പോയിട്ട് വന്നതിന് ശേഷം പറയാമെന്ന് പറയണം. പറ്റില്ല വിനോദ്, നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പ്രിയ കുറുകെ കയറി നിൽക്കുകയാണ്. എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കുറുകെ കയറി നിൽക്കുകയാണ്. അങ്ങനെ വിനോദ് ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിനോദിനെ പോകാൻ സമ്മതിക്കാതെ ഇങ്ങനെ പ്രിയ നിൽക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് വിനോദ് പ്രിയയെ പിടിച്ചിങ്ങനെ തള്ളുന്നത്, പ്രിയ സ്റ്റെപ്പ് ചെയ്യുന്ന താഴേക്ക് പോകും. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഇങ്ങനെ അങ്ങ് തള്ളുന്നതാണ്, പുള്ളിക്കാരനും ഓർക്കുന്നില്ല. അങ്ങനെ പ്രിയ താഴേക്ക് പോവുകയാണ് സ്റ്റെപ്പ്. അപ്പോഴുടനെ വിനോദ് കൈയെടുത്തിട്ട് പിടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ആകെ അങ്ങ് ടെൻഷനായി പോവുകയാണ്. എല്ലാവരും വാ പൊത്തി അങ്ങ് നിലവിളിക്കുകയാണ്. എല്ലാവരും രേഖയും കാഞ്ചനയും പിന്നെ രഞ്ജുവും അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദ്, ഗീതു, അയ്യപ്പൻ, അതുപോലെ നമ്മുടെ രാധികാമ്മ, ഇതിൽ നമ്മുടെ അനാർക്കലിക്ക് മാത്രം ചലനമൊന്നുമില്ല, അവരൊന്നും മിണ്ടാണ്ട് ഇത് ആസ്വദിച്ച് അവിടെ അങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കടന്ന് വിളിക്കുകയാണ്, ബഹളം വയ്ക്കുകയാണ്. നോക്കുമ്പോൾ പ്രിയമോളാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ മോളിൽ നിന്ന് താഴറ്റം വരെ ഉരുണ്ടെങ്കിൽ താഴെ എത്തുകയാണ്. പ്രിയമോൾ കിടന്ന് പൊളയുകയാണ് വേദന എടുത്തിട്ട്. അങ്ങനെ ഗോവിന്ദും എല്ലാവരോടും ഗോവിന്ദ് എടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നു നമ്മുടെ വിനോദിനെ, പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ എല്ലാവരോടും ചേർന്നിട്ട് നമ്മുടെ പ്രിയമോളെ തൂക്കിയെടുക്കുകയാണ്. എടുത്തുകൊണ്ട്, അതായത് വരുണും ഗോവിന്ദും കൂടി ചേർന്നിട്ട് പ്രിയമോളെ എടുത്തുകൊണ്ട് വണ്ടി കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ രഞ്ജുവിന് തല ചുറ്റുകയാണ്. രഞ്ജുവിന് തല വല്ലാതെ പൊട്ടുന്ന കണക്ക് വേദനിക്കുകയാണ്. രഞ്ജു അവിടെ ഇങ്ങനെ തലയിൽ പിടിച്ച് ഇങ്ങനെ വെപ്രാളം കാണിക്കുകയാണ്. അങ്ങനെ ഗീതു ഇവരെല്ലാവരും കൂടി വെപ്രാളപ്പെട്ട് നമ്മുടെ രഞ്ജുവിനെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്തിന് കൊണ്ടുപോകുന്നതിന് വണ്ടിയിൽ കയറ്റുന്ന ആ ഒരു സമയത്തിന് തന്നെ അവിടെ പോലീസ് എത്തുകയാണ്. പോലീസ് എത്തുമ്പോഴത്തേക്ക് വിനോദ് പോലീസിനെ കണ്ടിട്ട് ഓടുകയാണ്. ഓടിയ വിനോദിനെ കൂടെ പറ്റിയിട്ട് പോലീസ് പിടിക്കുകയാണ്. അവർ പോലീസ് ജീപ്പിലിട്ട് വിനോദിനെയും കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഗോവിന്ദിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ, കാരണം വണ്ടിയിൽ പ്രിയമോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, അതുപോലെ വിനോദിനെ രക്ഷിക്കാൻ പോകാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് പ്രിയയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. പ്രിയ വേദന എടുത്ത് കിടന്ന് പൊളയുകയാണ്. നമ്മുടെ രേഖയും അതുപോലെ തന്നെ ഗീതു എല്ലാവരും കൂടി പ്രിയയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് കുറേ നേരം കരഞ്ഞ് ബഹളം വെച്ചിട്ട് പ്രിയ ഓർമ്മയില്ലാത്തതുപോലെ അങ്ങ് ആവുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ രഞ്ജു തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് കിടന്ന് പൊളയുകയാണ്, വേദന എടുത്ത് പൊളയുകയാണ്. രഞ്ജുവിന് തല പൊട്ടുന്നത് പോലുള്ള വേദന, ടെൻഷൻ, വെപ്രാളം ഒക്കെ കൂടി വരികയാണ്. രഞ്ജു ഈ നമ്മുടെ പ്രിയമോള് വീഴുന്ന കാര്യം ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഓർമ്മിക്കുകയാണോ ഈ ടെൻഷൻ അടിക്കുന്നതനുസരിച്ച്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന ഓടിക്കൊണ്ട് ചെന്നിട്ട് എന്താ രഞ്ജു പാപ്പ, എന്താ പറ്റിയത്, തലവേദന എടുക്കുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനാർക്കലി ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വരികയാണ്. അനാർക്കലിയുടെ കയ്യിൽ നമ്മുടെ രാധികാമ്മ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജു ഇങ്ങനെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് കിടന്ന് ഇങ്ങനെ വേദന എടുത്ത് പിടയ്ക്കുന്നത് കാണുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അനാർക്കലി അടുത്ത് വരികയാണ്. അടുത്ത് വന്നിട്ട് ഒരു മകളോട് എന്ന പോലുള്ളൊരു വാത്സല്യം വരികയാണ് നമ്മുടെ അനാർക്കലിക്ക്. ശരിക്കും അനാർക്കലിയുടെ മകൾ തന്നെയാണ് നമ്മുടെ രഞ്ജു. അത് പോകെയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് തീർത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ അനാർക്കലി വന്നിട്ട് ഇങ്ങനെ രഞ്ജുവിനെ ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയതിന് ശേഷം ചെറിയ ഒരു പുഞ്ചിരിയോടുകൂടി രഞ്ജുവിൻ്റെ തലയിൽ ഇങ്ങനെ വേദന ഇങ്ങനെ മാടി കൊടുക്കുകയാണ് നമ്മുടെ അനാർക്കലി. രഞ്ജു ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ അനാർക്കലിയെ തന്നെ നോക്കുകയാണ്. അങ്ങനെ അനാർക്കലി സ്നേഹത്തോടു കൂടി നമ്മുടെ രഞ്ജുവിന് മാടി കൊടുത്തതിന് ശേഷം അനാർക്കലി ഇറങ്ങി പോവുകയാണ്. അങ്ങനെ രഞ്ജു അന്തം വിട്ടിങ്ങനെ അനാർക്കലിയെ നോക്കിയിരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായി, നമുക്ക് നല്ല വിഷമമൊക്കെ തോന്നി നമ്മുടെ പ്രിയമോള് വീണ സമയത്തും. അതുപോലെ നമ്മുടെ വിനോദിനെ ഇതിനൊക്കെ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ വിലാസിനി വിളിച്ച് പറയുന്ന ആ ഒരു സംഭവത്തിലൊക്കെ നമുക്ക് നല്ല വിഷമമൊക്കെ തോന്നും. പക്ഷേ എന്നാലും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.